കാബേജ് കോളികളും ഈ പറയാൻ പറ്റില്ല, കുഴഞ്ഞു തുടങ്ങി. അണ്ണാർക്കണ്ണന്മാർക്കും കിളികൾക്കും നമുക്കും മണ്ണളക്കി നന്നായി കിടക്കണ്ട, അടിപൊളിയായിട്ടാണ് കിടക്കുന്നത്. കണ്ട എന്ത് വലിപ്പല്ലേ. ഉത്തരം മുട്ടി. അതിലാണെങ്കിൽ ഒരാൾ മരിച്ചിട്ടുള്ളതാ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ ഇന്നലെ ഈ സംഗീതര മോളുടെ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പോയപ്പോൾ വരുമ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ മണ്ണുത്തീര ഈ വിൽപ്പന കേന്ദ്രമുണ്ട്, അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ചോളത്തയ്യാണ്. ചോളത്തിൻ്റെ വിത്ത് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ചോളത്തൈ അവിടെ കുറച്ചുണ്ടായിരുന്നു, അപ്പോൾ അത് വാങ്ങിച്ചു. ഇതിങ്ങനെ മുളപ്പിച്ച കാരണം കുഴപ്പമുണ്ടാവില്ല, എലികളൊന്നും വന്ന് തിന്നില്ലെന്ന് വിചാരിക്കുന്നു. പിന്നെ വേണ്ട ഉജ്ജല എന്ന് പറഞ്ഞ മിളകും തൈ, പിന്നെ തക്കാളി തൈ കുറച്ചും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ നട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടി വാങ്ങിച്ചു. പിന്നെ ഇതാണ് ഒരുപാട് ബ്രൊക്കോളിയുടെ കുറച്ച് തൈ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഒരു 25 വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ തൈകൾ വലുതായിട്ട് ബ്രൊക്കോളിയുടെ തൈ നോക്കിയാൽ ഇങ്ങോട്ട് നമുക്ക് ഇത് ആദ്യത്തെ ഒരു അനുഭവമാണ്. ബ്രൊക്കോളിയുടെ തൈകൾ വലുതായിക്കൊണ്ടിരിക്കുന്നുണ്ടാ. പക്ഷേ രണ്ടെണ്ണം പോയി. ഇതിവിടുത്തെ ഒരെണ്ണം തല പോയി, ഈ കേപ്പിലത്തെ ഒരെണ്ണം പോയി. അപ്പോൾ നമ്മൾ വേറെ സ്റ്റെപ്പ് കൂടി ആയിക്കോട്ടെ വെച്ചിട്ട് ബ്രൊക്കോളിയുടെ തൈ വാങ്ങിച്ചു. പിന്നെ കാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും കുറച്ച് തൈ വാങ്ങിച്ചിട്ടുണ്ട്. കാബേജ് കോളികളും ഈ പറയാൻ പറ്റില്ല, കുഴഞ്ഞു തുടങ്ങി, അത് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വീട്ടിലേക്ക് കൂട്ടാൻ വാങ്ങിച്ചിട്ടുള്ള ഉള്ളി കുറച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഉള്ളി തടം അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, നട്ടിട്ടില്ല. അപ്പോൾ സമയം കിട്ടുകയാണെങ്കിൽ ഉള്ളി നടുന്നത് കൂടി കാണിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചോളത്തയ്യേ ഞാനവിടെ ഈ തടം കണ്ട, ഈ തടം കണ്ട, ഇതിൽ ചീര പാവിതായിരുന്നു. എന്തൊരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചീര പാവിൻ്റെ അന്ന് വൈകുന്നേരം ഒരു ഘനഗംഭീരമായ മഴ കാറ്റൊക്കെ ആയിട്ട് കലക്കി. അതോടെ ചീര വിത്തുകളൊക്കെ എങ്ങോട്ട് പോയെന്ന് ആർക്കറിയില്ല. അപ്പോൾ അതിൽ ഞാൻ ചോളം നടാൻ പോകാൻ തീരുമാനിച്ചു. ഇതിൽ പിന്നെ നന്നായി ചാണം വളമൊക്കെ ഇട്ടിട്ടൊക്കെ സെറ്റാക്കിയതായിരുന്നു. എന്തൊരു ഒറ്റ ചീര തയ്യില്ല. അപ്പോൾ ഞാൻ വേറെ അവിടെ പാവിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്തായാലും ചോളം കിടക്കട്ടെ. അണ്ണാർക്കണ്ണന്മാർക്കും കിളികൾക്കും നമുക്കും എല്ലാം തിന്നാൻ പറ്റുന്ന വിധത്തിലുള്ള കൃഷി. നല്ല വെയിലാ, ഒടുക്കത്ത വെയിലാ. ചെറിയേട്ടൻ ചില സമയത്ത് ചോളം നടന്നത് ഇങ്ങനെ ആക്കും. ചെറിയൊരു കുഴി, കുഞ്ഞൊരു കുഴി ഊത്തിയിട്ട് അതിലേക്ക് ചാണം വെള്ളമല്ലേ ചെറുതായി തിരിച്ച് ഒഴിച്ചു കൊടുക്കും. നമ്മളിപ്പോൾ ഇങ്ങനെ കണ്ടമാനം നനയ്ക്കേണ്ട ആവശ്യം വരുന്നില്ലയാണ്. കണ്ടമാനം നനച്ച സ്ഥലം കൂടുതൽ നനവ് കൊടുക്കേണ്ടതാണ് ചെറിയേട്ടൻ പറയുന്നത് കേട്ടോ. അല്ല, ഓരോരുത്തർക്കും ഓരോ കൃഷി രീതികൾ. എന്തുട്ട വെയിലെന്നറിയോ. അപ്പോൾ ചോളം നമ്മൾ നടാൻ പോണ്. കുഴി കുത്തുന്നു, മണ്ണളക്കി നന്നായി കിടക്കണ, അടിപൊളിയായിട്ടാണ് കിടക്കുന്നത്. 4, 4, 8, 4, 12, 3, 5, 3, 18, 20, 10, 24 ഉണ്ടെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ സംഭവിക്കട്ടെ. കുഴി കുത്തൽ കഴിഞ്ഞു. ഇത് മറ്റേ ചോളല്ല, എന്നിട്ട് പറയുക ഈ ഒരു ടേസ്റ്റുള്ള ചോളല്ലേ, അതല്ല, സാധാരണ ചോളമാണ്. ടീസ്പൂൺ കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല. കണ്ടങ്ങോട്ട് പോരും. മറ്റേ കൈ കൊണ്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ വിട്ടു പോന്നാലോ. എലികളെ നിങ്ങൾ വന്ന് തിന്നരുതേ. മുണ്ടെടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് ശരിക്കും. ഞാൻ മുണ്ടിനേക്കാളും സുഖമായി ട്രൗസർ ഇട്ടിട്ട് പണിയാൻ നല്ലത്. നമ്മൾ വീഡിയോ എടുക്കണമല്ലേ, ഭയങ്കര കുഴപ്പമാണ് മുണ്ടെടുത്തിട്ട് ചെയ്യുമ്പോൾ. പക്ഷേ ആളുകൾ പറഞ്ഞത് ട്രൗസർ ഇട്ട് ചെയ്യണ്ട, മുണ്ടെടുത്തിട്ട് ചെയ്യാൻ പറഞ്ഞു. പണ്ടത് ഇങ്ങനെ അഴിച്ചിട്ടിട്ട് ഈ മണ്ണിലൊക്കെ വലിച്ചും പിടിച്ചൊക്കെ നടക്കണം. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് മുണ്ടെടുക്കും. പിന്നിട്ടാ ഈ തൈകൾ ഇന്നലെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടേ ഇത് ഒളിപ്പിച്ച് വെച്ചു. ആര് കാണാണ്ടിരിക്കാൻ, ചാർലിയും പേളിയും കാണാണ്ടിരിക്കാൻ. കിട്ടുന്നു. കിട്ടിയില്ലോ. അവർ കണ്ടു കഴിഞ്ഞാലേ ഇത് കംപ്ലീറ്റ് തവിട് പൊടിയാക്കി ആ മുറ്റത്ത് മുഴുവൻ നിറയ്ക്കും. എല്ലാത്തിനും പണിക്കൂട്ട് കഴിക്കും. മാസമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സൂര്യൻ കത്തണ് എന്നാ ചൂട് പിടിച്ചോ എന്ന് പറഞ്ഞിട്ട്. ചോളത്തിൻ്റെ വിത്ത് സാധാരണ പിടിയെന്ന് വാങ്ങിച്ചിട്ട് ചോളം കൃഷി ചെയ്താൽ മതിയിട്ടാ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിനൊക്കെ മതി. ഒരു പിടി
ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ വെക്കാനും കുറച്ചെണ്ണം കൂടി ഉണ്ട്, ഒരു 5-6 കൂടി ഉണ്ട്. അതും കൂടി ഇതിൻ്റെ ഇടയിൽ വെക്കാം. ചോളത്തിൽ അടുപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല. കൃത്യമായിട്ട് അകലത്തിൽ വെച്ചിട്ടുണ്ട്, എന്നാലും ഇടയിൽ ഓരോരുത്തരും കൂടി വെക്കുക. ഓ ഇന്നൊരു മംഗലം വന്നുണ്ട്. ഇനി നമുക്ക് നനച്ച് കൊടുക്കാം കേട്ടോ. ചോളം ഞാനിവിടെ ചീരയുടെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. ചീരകളൊക്കെ ആ മഴ വെള്ളത്തിൽ ഒലിച്ചു പോയില്ലോ. അല്ല, എവിടെ നട്ടാലും തത്തമ്മയ്ക്ക് എണ്ണ ഇറക്കണ്ടെന്നുള്ളതാണല്ലോ. അവർ തിന്നട്ടറി. അതെ. ഇനി പോയോടത്ത് ബ്രൊക്കോളി നടണം. ഇവിടെ നിന്ന് പറഞ്ഞാൽ പോയത് കാബേജും അല്ല ക്യാരറ്റും ബീട്രൂട്ടും നടണം ചേട്ടാ. പിന്നെ ഇത് ഉരുളക്കിഴങ്ങ് നടണം നമുക്ക് ഗ്രോ ബാഗിൽ ചേട്ടാ. ഞാനേ പച്ചമുളക് പൊട്ടിക്കാൻ വന്നതാ. അതെ, ഈ ഇഞ്ചിക്ക് ഇത്ര വെയിൽ വേണ്ടാന്ന് തോന്നുന്നു കേട്ടാ. അതിന്റെ ഇല കണ്ട ചുരുളണ് വെയിൽ കൂടിയിട്ട്. ആ തണല് കുറച്ചുകൂടി തണലുള്ള സ്ഥലത്ത് വെക്കാം. വെയിൽ ആവശ്യമുള്ളത് ഈ സ്ഥലത്ത് വെക്കാലോ. ഇത് പിന്നെ ഗ്രോ ബാഗ് ആയ കാരണം കുഴപ്പമില്ല, എടുത്തുകൊണ്ട് മാറ്റി വെക്കാൻ സുഖ. ബ്രൊക്കോളി നടട്ടെ. ഈ വെള്ളമിളക് ഒരു എരൂലി അല്ലേ. ഇതുമല്ലത്തെ പഴുത്തത് കഴിഞ്ഞു, ഞാൻ അവിടെ നിന്ന് പൊട്ടിക്കാം. ഈ മത്തനുമ്മില് ഉണ്ടാവണ പൂമിലൊക്കെ മത്തങ്ങ ഉണ്ടാവുന്നത് കേട്ടാ. ഒരു മത്തങ്ങ ഉണ്ടായത് പൊട്ടിച്ച് കളഞ്ഞു, കേടായിട്ട്. ഇപ്പോൾ അടുത്ത പൂ വിരിഞ്ഞു, അതും മത്തങ്ങയായി മാറി. വേറെ പൂവൊന്നുമില്ല. ഞാനിവിടെ കൊത്തി ഇവിടെ മുഴുവൻ തപ്പിയപ്പോൾ പരിധി മല്ലേട്ടനും എന്നെ കുറ്റപ്പെടുത്തി. പണന്ത സാധനങ്ങൾ അവിടെ വെക്കുന്ന ഓരോ സ്ഥലങ്ങളിൽ വെക്കാത്തത് കൊണ്ടാണ് അത് കാണാണ്ടായി എന്ന് പറഞ്ഞു. പക്ഷെ അത് വേറെ ആളുടെ എടുത്തുകൊണ്ട് പോയി കയറുന്നു. മനസ്സിലായോ? പക്ഷെ ഇതിൽ വേറൊരു സംഭവം ഉണ്ട്. അത് ചേട്ടൻ കൃത്യമായിട്ടൊരു സ്ഥലത്ത് എടുത്തു വെച്ചിരുന്നുവെങ്കിൽ ചേട്ടന് ഇവിടെ മുഴുവൻ തപ്പി നടക്കണം. എത്ര 2 ദിവസം മൊത്തം ചേട്ടൻ തപ്പി നടന്നു, ഈ പറമ്പിലും ആ പറമ്പിലും അവിടെയും നമ്മുടെ വീട്ടിലും ഇല്ലേ. ഒരു സ്ഥലത്ത് കൃത്യമായിട്ട് എടുത്തു വെച്ചിരുന്നെങ്കിൽ അവിടെ മാത്രം പോയി നോക്കിയാൽ മതി. കാണാനില്ലല്ലോ എന്ന് അതോടുകൂടി കഴിഞ്ഞില്ലേ. അപ്പൊ സനീഷിനെ പണിക്കാർ വേണമെങ്കിൽ കൊണ്ടുപോയി ഉണ്ടാവും എന്ന് പറഞ്ഞത് അവിടെ അവസാനിച്ചേനെ. വേറെ കാര്യമുണ്ട്. എന്തിട്ടാ? അവർക്ക് അവിടെ മണ്ണ് കുഴിക്കാനായിട്ട് അവരെടുത്തുകൊണ്ട് പോയി. അതെ, എടുത്തോണ്ട് പോയി. അപ്പൊ ചേട്ടൻ കൃത്യമായിട്ടൊരു സ്ഥലത്ത് എടുത്തു വെക്കാത്തോണ്ടല്ലേ ചേട്ടൻ എല്ലായ്പ്പോഴും ഈ തപ്പി നടന്നിട്ട് ചേട്ടൻ്റെ എന്തോരം സമയം ഒരു ദിവസം പോണേ. പച്ചമുളക് ഉത്തരം മുട്ടിട്ടൊന്നുമില്ല. അവർക്ക് കോടാലി അല്ല ഇത് വേണമെന്ന് പറഞ്ഞു, ഞാൻ എടുത്തു കൊടുത്തു. എന്നിട്ട് പിന്നെ അത് അവിടെ കാണാനില്ല. അതിപ്പോ ഒരു കൊത്തീരെ കാര്യം. ഇത് സ്ഥിര സംഭവല്ലേ. ചേട്ടൻ എല്ലാ ദിവസവും പണി തുടങ്ങണതിന് മുന്നേ ചേട്ടൻ്റെ കുറേ സമയം കൈക്കോട്ടും ഇതും തപ്പിയിട്ട് പോകും. ഇപ്പം എല്ലാം ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ചു. യെസ്, അത് മതി. ഇതന്നെയല്ലേ ഞങ്ങളും പറഞ്ഞോളൂ, ഞാനും അല്ല ചേട്ടനും പറഞ്ഞോളൂ. ഇത് വലിയ പച്ചമുളക, ഇത് വലിയ പച്ചമുളക. ഇതിനെ വേണ്ട നോക്കിയാണ്. വേണ്ട, അല്ലാണ്ട് തന്നെ വെയിലിൻ്റെ ചൂടുണ്ട്. അതിൽ കൂടി ഇത് കടിച്ചിട്ട് കൂടി ഇതാവണം ഇടാൻ. അയ്യോ, ഒരു ചേച്ചി എപ്പോഴും കമന്റ് ഇടും അത് കാണിക്കുന്നുണ്ട്. ഒന്നുമില്ല ചേട്ടാ, 3-4 വെണ്ടക്കായ എടുക്കുക. ചെറുതാണെങ്കിൽ 4 എടുക്കുക. ഇതിപ്പോ ചെറിയ വെണ്ടക്കായ ആയതുകൊണ്ട് അതെ വണ്ടി. ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റിയില്ല. ചേട്ടാ അങ്ങോട്ട് പോക്കോ. ഇതൊന്നും അവസാനിപ്പിക്കട്ടെ ഞാൻ. ആ ചേച്ചി കുറേ നാളായി ചോദിക്കണു. 3-4 വെണ്ടക്കായ എടുക്കുക. ചെറിയ വെണ്ടക്കായ ആണെങ്കിൽ 4 മതി, വലുപ്പമുള്ളതാണെങ്കിൽ 3 മതി. എന്നിട്ട് അത് നന്നായി കഴുകിയിട്ട് അരിയുക. അത്ര കുനുകുനുന്നനെ അരിയൊന്നും വേണ്ട, ഒത്തിരി വലുപ്പത്തിൽ അരിഞ്ഞിടുക. പിന്നെ 1 ടീസ്പൂൺ ഉലുവ കഴുകിയിട്ട് ഇടുക. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മൂടി വയ്ക്കുക രാത്രി. പിറ്റേ ദിവസം കാലത്ത് എഴുന്നേറ്റിട്ട് അതിനെ ഒരു അരിപ്പയിൽ അരിക്കുക. അരിക്കുമ്പോൾ അതൊരു 3/4 ഗ്ലാസ്സൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ നല്ല വഴുന്ന് ഇരിക്കും, മുട്ടയുടെ വെള്ള പോലെയൊക്കെ ഇരിക്കും. എന്നിട്ട് അത് വെറും വയറ്റിൽ ഒരൊറ്റ കുടിക്കലാണ്ട് കുടിക്കുക. ഇത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ കേട്ടാ. അത് വേണമെങ്കിൽ കാണിച്ചു തരാം. ആവശ്യം ഇരുട്ടല്ലായിരുന്നു ഫ്രണ്ട്, ഇപ്പം ഈ വെളിച്ചം അപ്പുറം ഇരുട്ട്. ക്ലിപ്പ് എടുത്ത് കാണിച്ചു തരും. എന്തുട്ട് വെളിച്ചത്തിന് ഇരുട്ടാ? രാത്രി ആകുമ്പോൾ അവിടെ ഇരുട്ടാന്നുള്ളതിൻ്റെ ഒരു ക്ലിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ.
ഇനിയിപ്പോൾ ആ ക്ലിപ്പ് അത് നമുക്കിനി കാണാൻ പറ്റില്ലല്ലോ, കാരണം ഇനി വെളിച്ചമായിരിക്കുമല്ലോ. അപ്പം ഞങ്ങൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് കാണാം. എന്നെ കാണുന്നുണ്ടോ? ഇരുട്ടാണ്, അതിൽ കൂടെ കറുപ്പ് ഡ്രസ്സ്. വേറൊരു സ്ഥലത്തേക്ക് പോയിട്ട് ഇതേ വന്നോളൂ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഡ്രസ്സൊന്നും മാറണ്ട, കറുപ്പിട്ടാലും കുഴപ്പമില്ല, ഇതിട്ടിട്ട് പറയാൻ പറഞ്ഞു. അതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ ഈ ഫെൻസ് വെച്ചിട്ടില്ലേ, അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ കുടിലൊക്കെ അല്ലേ, അവിടേക്ക് നോക്കിയാൽ കൂരിരുട്ടാണ് ഇങ്ങോട്ട് നോക്കുമ്പോൾ. അപ്പോൾ ഈ FRKയുടെ അതേ ലൈറ്റ് ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ, സോളാറിൻ്റെ ലൈറ്റ്, അടിപൊളിയാണ് കേട്ടോ, നല്ല വെളിച്ചമാണ്. കണ്ട അവിടെയൊക്കെ നല്ല വെളിച്ചമാണ്. അപ്പോൾ ആ ഇക്ക അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അവിടേക്ക് ലൈറ്റ് വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് ലൈറ്റ് വെക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോസ്റ്റ് തന്നെ, ഈ കാല് തന്നെ മതി. ഈ കാലുമ്പോൾ തന്നെ ഒരു സോളാറിൻ്റെ പാനലും ഒരു ലൈറ്റും മതി. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവിടെ മൊത്തം നല്ല വെളിച്ചമായില്ലോ. അപ്പോൾ അങ്ങനെ വെച്ച് തരാമെന്ന് അന്ന് പറഞ്ഞിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ചെയ്തു തരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇപ്പോൾ ആൾ നമ്മളോട് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അന്ന് ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ആൾക്ക് അത്യാവശ്യം എൻക്വയറീസും കുറച്ച് ഓർഡറുകളൊക്കെ കിട്ടിയപ്പോൾ ആൾ അതിൻ്റെ വളരെ സന്തോഷത്തിലാണ്. അപ്പോൾ ആൾ നമ്മളെ വിളിച്ചിട്ട് ആ സന്തോഷം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ ആ സന്തോഷ സൂചകമായി ഇത് വെച്ച് തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മളോട്. അപ്പം നാളെ ഇതിൽ കൂടെ അവരെ വണ്ടി പോകുന്നുണ്ട്. വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു 10 ഓർഡറൊക്കെ ഒരുമിച്ചാണ് ചെയ്യുക, ഒരേ റൂട്ടിലുള്ളത്. അല്ലെങ്കിൽ ഓരോന്നുമായിട്ട് ഓടുമ്പോൾ അവർക്ക് നഷ്ടമല്ലേ. അപ്പോൾ ഇതിൽ കൂടെ വേറെ സ്ഥലങ്ങളിലേക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ പോണ വഴിക്ക് നമുക്ക് ഉള്ളത് ഇവിടെ വെച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നാളെ മുതൽ ആ ഭാഗവും പ്രഭാപൂരിതമാകാൻ പോകുകയാണ് എന്നുള്ള സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. കടാ ഇപ്പോൾ കൂരിരുട്ടാണ്, ഇപ്പോൾ ഇരുട്ടാണ്. പിന്നെ ഇതിൻ്റെ ഒരു ചെറിയൊരു വെളിച്ചം, ഇവിടെ ഇത്തിരി സമയം നിൽക്കുമ്പോൾ ഒരു വെളിച്ചമുണ്ട്. ഇപ്പോൾ പിന്നെ കുടിലിൻ്റെ ഉള്ളിൽ നമ്മൾ ലൈറ്റൊക്കെ വെച്ച കാരണം ഇനിയിപ്പോൾ പാചകത്തിരി വൈകിയാലും കുഴപ്പമില്ല. എത്ര പേരെ കമൻറ്റ് ഇട്ടാണ് സരിത പറഞ്ഞതായിരുന്നു ശരി, ഇവിടെയായിരുന്നു കുടിൽ വേണ്ടേ, അവിടെയായിരുന്നു കോഴിക്കോട് വേണ്ടതെന്ന് പറഞ്ഞിട്ട്. ഇവിടെ കുടിലെന്ന് വെച്ചാൽ എത്ര സുഖം നമുക്ക് രാത്രി പാചകം ചെയ്യാനായാലും. ഇതിപ്പോൾ നോക്കിയാൽ അവിടെ പോയിട്ട് അതും അതിനോട് ചേർന്നിട്ട് ആ വലിയ കൊക്കുറിനി കുളം പോലത്തെ കിണർ, അതിലാണെങ്കിൽ ഒരാൾ മരിച്ചിട്ടുള്ളതാണ്. അവിടെയൊക്കെ പോയിട്ട് ചെയ്യണ കാര്യം ചിന്തിച്ച് നോക്കിയേ. രാത്രി ഒന്നും അങ്ങോട്ട് പോകണ കാര്യം ആലോചിക്കാൻ വരെ പറ്റില്ല. അത് ഇവിടെ ആയിരുന്നെങ്കിൽ എത്ര സുഖമായിരുന്നു. എന്തൊന്നും മിണ്ടാത്തേ? ഈ ലൈറ്റ് ഇപ്പോൾ ഒരു 5 മാസമായിട്ട് പെർഫോമൻസിന് നമുക്ക് യാതൊരു പരാതിയും ഇല്ല കേട്ടാ, അടിപൊളിയാണ്. 5 മാസം എന്ന് പറയുന്നൊരു കാലയളവൊന്നല്ല, 3 വർഷത്തെ വാറണ്ടി ഉണ്ട് ഇതിന്. അപ്പോൾ നാളെ ഇനി വണ്ടി വരട്ടെ, നാളെ അങ്ങോട്ട് ഈ ലൈറ്റ് തന്നെയാവില്ല വെക്കുക, ആയിരിക്കും. ആൾ ഫ്രീ ആയിട്ട് നമുക്ക് വെച്ച് തരണതാണ്. അപ്പം നമുക്ക് ആൾ തരണത് വാങ്ങിക്കാനൊന്നും പറ്റില്ല, അല്ലാണ്ട് ഇത് വേണം അത് വേണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആളെ ഏതാ വെച്ച് തരണേന്ന് നമുക്കറിയില്ല. അപ്പോൾ വെക്കുമ്പോൾ കാണാം. അന്ന് വന്നവരല്ലല്ലോ, ഇതിപ്പോൾ എവിടേക്ക് പോണ വഴിയാ? നമ്മുടെ ഈ ലൈറ്റാണ് നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കണ്ട ഇതിൻ്റെ ഈ ഗേറ്റിൻ്റെ ഇപ്പുറം അപവാടം വരെ ഫുൾ വെളിച്ചാണ്, പക്ഷേ ഇപ്പുറത്തേക്ക് വെളിച്ചില്ല. അപ്പോൾ ഇപ്പുറത്തേക്കിന് വെളിച്ചം വെച്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കാലുമേ അല്ലേ? ഭയങ്കര തൂക്കയൊക്കെ 30 4.5 കിലോനൊക്കെ 5 കിലോനൊക്കെ ഇതെത്ര പ്രായമായി? ഇതിപ്പോ 4.5 മാസം. മുട്ടയിൽ തുടങ്ങി. ഇവർ ഈ പുല്ല് ഐറ്റംസ് എല്ലാം തിന്നല്ലോ? എല്ലാം തിന്നും, എല്ലാം തീറ്റിപ്പിക്കും നമ്മള്. പിന്നെ അസോള ഇല്ലേ, അസോള, അത് ഇടയ്ക്ക് കൊണ്ടിട്ട് കൊടുക്കും. നമ്മുടെ പഴയ കാല് ഇവർ അടിക്കുന്നു കേട്ടാ. അടിയിൽ വെറുതെ നട്ടും ബോൾട്ടിട്ട് മുറുക്കി വെക്കണം. കണ്ട കോൺക്രീറ്റ് ചെയ്തിട്ട് അന്ന് കണ്ടില്ലേ. അപ്പോൾ നമ്മൾ വെച്ചിട്ട് ഇപ്പോൾ ഒരു 5 മാസം കഴിഞ്ഞു. അടിപൊളി ലൈറ്റാണ്. ഈ പ്രദേശം മുഴുവൻ വെളിച്ചാണ്. ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് അത് തന്നെ നല്ല വെളിച്ചം കിട്ടും. പിന്നെ മെയിനായിട്ട് നമുക്ക് നൈറ്റിലും അതേപോലെ മോർണിംഗിലൊന്നും ഒരാൾ ഇത് ഓൺ ചെയ്യാനോ അതിൻ്റെ ആവശ്യമില്ല. നമ്മളിവിടെ ഇല്ലെങ്കിലും വെളിച്ചം കത്തിയോളൂ. സിമ്പിളാണ് ഊരി ഇതാക്കാനായിട്ട്. നമ്മൾ വിചാരിച്ചത് അതുമ്മ തന്നെ പിടിപ്പിക്കുന്ന, പക്ഷെ ആള് പറയണത് എന്തുട്ടാ വെച്ചാൽ അതുമ്മ പിടിപ്പിക്കാൻ പറ്റില്ല. അത്ര കാനംകൂടി കാലമില്ലേ പറ്റില്ല. ലൈറ്റും പാനലും ഇത് തന്നെ ഉപയോഗിക്കില്ലേ? ആണോ? അയ്യോ അത് കഷ്ടായി. ഇതാണ് ഇവിടെ ഉണ്ടായിരുന്ന പോസ്റ്റ്. നമ്മുടെ വിചാരം എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുമ്മ തന്നെ ഒരെണ്ണം അപ്പുറത്തേക്ക് വെക്കുക വേണ്ടോ,
എന്നാ വിചാരിച്ചത്. അപ്പോൾ ഒരു പാനലും ഒരു ലൈറ്റും കൂടിയേ വേണ്ടോന്ന് വിചാരിച്ചേ. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവർ പറയാണ് ഈ 2 പാനലും ലൈറ്റും വെക്കുമ്പോൾ ഇത്ര കനം പോരാത്രേ. കണ്ട ഇത്ര പോന്താണ്. ഇത് എത്ര ഇഞ്ചാ? ഇത് 3 ഇഞ്ച്. അതോ 2 ഇഞ്ച്. അത് 2 ഇഞ്ചിൻ്റെ ആയിരുന്നു, ഇത് 3 ഇഞ്ചിൻ്റെയാണ്. ഈ 3 ഇഞ്ചുമ്മേ കണ്ട അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ബോൾട്ടൊക്കെ ഇട്ട് മുറുക്കാൻ പറ്റിയ വിധത്തിൽ അവർ വെൽഡ് ചെയ്തിട്ട് പ്ലേറ്റ് പിടിപ്പിച്ചിട്ടാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ലൈറ്റ് നമ്മൾ ഒരു വട്ടം നമ്മൾ ഒരു ലൈറ്റ് ഒരു സ്ഥലത്തേക്ക് പിടിപ്പിച്ചിട്ടേ പിന്നെ നമുക്ക് വേണമെന്ന് തോന്നുകയാണ് അപ്പുറത്തേക്കും കൂടി വേണമെന്ന് വെച്ചാൽ അത് തന്നെ പിടിപ്പിക്കാൻ പറ്റില്ല കേട്ടാ. അങ്ങനെയാണെന്നായിരുന്നു. അപ്പോൾ ആൾക്ക് നഷ്ടമായില്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ ഇവ പോസ്റ്റ് ഒക്കെ മാറ്റി 2 എണ്ണം അപ്പുറത്തേയും പിടിപ്പിക്കും. അല്ല അപ്പം ഞാൻ വിചാരിക്കായിരുന്നേ ഇതുമ്പോൾ തന്നെ അങ്ങനെയാണെങ്കിൽ വെക്കണ്ടായിരുന്നു. വേറെ ഒരെണ്ണം അതുപോലെ തന്നെ കൊണ്ടുവന്നിട്ട് ഒരു ലൈറ്റും പാനലും അവിടെ വെച്ചാൽ മതിയായിരുന്നില്ലേ, അല്ലെങ്കിൽ വേറെ ഒരെണ്ണം ഇവിടെ വെച്ചാൽ മതിയായിരുന്നില്ലേ. ഇതിപ്പോൾ നിൽക്കണത് അങ്ങനെ തന്നെ നിന്നിട്ട് വേറെ ഒരെണ്ണം അതുപോലെ തന്നെ ഒരു ചെറിയ ഈ 2 ഇഞ്ചിൻ്റെ കാലും ഒരു പാനലും ഇതും വേറെ ഫൗണ്ടേഷൻ കുത്തുന്ന കാലും കൂടി അത് ഇനി ബാക്കിയിട്ടില്ലേ കോൺക്രീറ്റ് പണി അത് വേണം. ഇത് ധാരാളം ഉണ്ടാവും. അതല്ലാന്ന് ഇത് നഷ്ടമായോന്ന് ഞാൻ ആലോചിക്കണേ. ആളെ നഷ്ടം നോക്കുകയാണെങ്കിൽ നമുക്ക് ആക്കി തരില്ല. ആള് നമുക്ക് സന്തോഷപ്രകാരം നമുക്ക് തരുന്നതാണ്. നഷ്ടം ലാഭം നോക്കണതല്ല ഇതില്. എന്നാലും ഒരാൾ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരാന്ന് പറയുമ്പോൾ ആൾക്ക് കൂടുതൽ പൈസ ആളുടെ കയ്യിൽ നിന്ന് പോവാണോ എന്ന് നമുക്കൊരു പേടി. അത് മാനസിക സംതൃപ്തിയാണെന്ന് ഈക്ക പറയണു. അല്ല ഞാൻ ആയിരിക്കും. നമുക്ക് നസീർക്കയുടെ അടുത്ത് ചോദിക്കാം, മാനസിക സംതൃപ്തിയോട് കൂടി തന്നെയല്ലേ ഇത് തരണേന്ന്. നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്ന ലൈറ്റ് ഇല്ലേ, ആ ലൈറ്റ് അല്ല ഞാൻ വീഡിയോയിൽ പറയാം, ആ ലൈറ്റ് അല്ലാട്ടത് നേരൊരു വ്യത്യാസമുണ്ട്. റേറ്റൊക്കെ മാറ്റില്ല കേട്ടോ, റേറ്റ് അത്ര തന്നെ. പക്ഷേ ലൈറ്റിന് ചെറിയ മോഡലിൽ മാറ്റം വന്നിട്ടുണ്ട് അല്ലേ. വെളിച്ചവും സെയിം തന്നെ, LED എണ്ണവും ഒക്കെ സെയിം തന്നെ. ഇവരൊക്കെ പുതിയ സ്റ്റാഫാണോ? അന്നുണ്ടായിരുന്നു അല്ലേ? അന്ന് വന്നിട്ടുണ്ടായിരുന്നത് വിപ്ലവ്. ആ പിന്നെ അയ്യോ മറ്റേ ഇക്കയുടെ പേരെന്തായിരുന്നു? ആബിദക്ക. ആൾ എന്നിട്ട് ഇവിടെ ഇത് സെറ്റ് ആവണ സമയം കൊണ്ട് പള്ളിയിലേക്കൊക്കെ പോയി. മറ്റേ സൈഡില് ഇത് പൊക്കാൻ പോവാണ്. അല്ലെ ചേട്ടാ ഒറ്റയ്ക്ക് ഇത് പൊക്കി കൊണ്ട് വന്നേനെ. തട്ടി തോളി വെച്ചാണ് അങ്ങനെ ലൈറ്റ് വെക്കാൻ പോകുന്നു. മാറിക്ക അടുത്തൊന്ന് ചേട്ടാ നീ നിന്നൊത്തിരി. അവരും മനുഷ്യന്മാരാണ്. എങ്ങാനും കൈ തെറ്റി കഴിഞ്ഞാലേ ചെരിഞ്ഞു കഴിഞ്ഞാ ഇനി പേടിക്കണ്ട. ഈ ലൈറ്റ് സാധാരണ പോലെ തന്നെ ഇങ്ങനെ താഴ്ത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് വെച്ചാണ് കുറച്ചൊന്ന് ചെരിച്ചിട്ട് വെച്ചാണ്. കാരണം നമുക്കിപ്പോൾ നമ്മുടെ ഈ സ്ഥലത്തേക്കല്ല ആവശ്യമുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ രാത്രി കത്തിയാലേ അറിയുള്ളൂ അത് വെച്ചേക്കണ പൊസിഷൻ കറക്റ്റാണോ, അവിടേക്ക് തന്നെയാണോ വെളിച്ചം വരണേന്നൊക്കെ. അപ്പോൾ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അവരെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ അവർ ഈ വഴിക്ക് പോണ സമയം ഉണ്ടാവുമല്ലോ, അപ്പോൾ വന്നിട്ട് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇനി വൈകുന്നേരം ലൈറ്റ് കത്തിച്ചിട്ട് അപ്പുറത്ത് ഞങ്ങൾ നിന്നിട്ട് ഇന്ന് വെയിലില്ല തീരെ അല്ലേ? വെയിൽ കുറവാണ്, എന്നാലും വെളിച്ചുണ്ടാവും പറഞ്ഞു. ചൂടിന് കുറവൊന്നുമില്ല, പക്ഷേ ചൂടല്ലല്ലോ ഇതിന് വേണ്ടേ, വെളിച്ചാണ് വേണ്ടത്. അപ്പോൾ വെയിൽ കുറവ്, മേഘാവൃതമാണ് ആകാശം. വൈകുന്നേരം നോക്കിയാൽ അറിയാൻ പറ്റില്ല. ആ
ഇപ്പം അങ്ങോട്ട് വിളിച്ചോണ്ടോണം എന്തിനെന്നെ? അല്ല ഞാൻ പറയുന്നേ, അപ്പൊ ഇവിടേക്ക് വരുന്ന വെളിച്ചത്തിന്റെ അപ്പൊ ഡീറ്റെയിൽ ഞങ്ങൾ പറയാം ഇതിനെക്കുറിച്ച്. അപ്പോൾ ആൾക്കാർ വിചാരിക്കും അതിങ്ങനെ തന്നെ വെക്കായിരുന്നില്ലേ, അവർക്കും കുറച്ച് വെളിച്ചം കിട്ടണോണ്ട് എന്തിട്ടോ കുഴപ്പം. ആ കാട്ടില് വെളിച്ചം കിട്ടിയിട്ട് കാര്യമില്ല. അവരുടെ മുറ്റാണ് ഇതെന്ന് വെച്ചെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് കണ്ടില്ലേ, ഇവിടെ വന്നേ കാണിച്ചു തരാം. അവർ ഈ ഏരിയയിലേക്ക് പോലും വരാറില്ല. നമ്മള് വല്ലപ്പോഴും മീൻ പിടിക്കുമ്പോൾ അത് കൊടുക്കാൻ തന്നെ കഷ്ടപ്പാടാ അവർക്ക്. അപ്പൊ ഇവിടേക്ക് ഈ കാട്ടിലേക്ക് എന്തിനാ വെളിച്ചം? അതുകൊണ്ടാണ് നമ്മൾ ഈ ലൈറ്റ് ഒന്ന് ചെരിച്ചു വെച്ചത്. കുഴപ്പമില്ല. അവര് വൈകുന്നേരം നമുക്ക് ലൈറ്റ് വെച്ച് വൈകുന്നേരം ലൈറ്റ് വെച്ച് കാണാം. പറമ്പിലേക്ക് പോട്ടെ, അവിടെ ഉള്ളി നടാണ്ടിരിക്കും. ചോറിനിടാ പോവല്ലേ, ചോറിടുക. അപ്പൊ പിന്നെ റിമോട്ട് ഉണ്ട് കേട്ടാ. അപ്പൊ റിമോട്ട് പുതിയ റിമോട്ട്. നിങ്ങൾ എന്തെങ്കിലും ഇത് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ഇതിമേൽ ഫംഗ്ഷൻ ചെയ്താലും ലാസ്റ്റ് ഈ ഓട്ടോയിൽ ഇത് ചെയ്യണം. പക്ഷെ ഇനി നൈറ്റിൽ അത് നടക്കുള്ളൂ. വൈകുന്നേരം മതി. മോനറിയത് ചെയ്യുന്നുണ്ട് വിധം കണ്ട. അത് റിമോട്ട് ഉണ്ട്. അപ്പോൾ വളരെ വളരെ സന്തോഷം. എൻ്റെ പേര് അബ്ദുൽ ജബ്ബാർ. മുഹമ്മദ് സനുഫ്, ഷംസീദ്. ഇവരെല്ലാവരും ഈ മറ്റേ എന്താ ഈ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് തന്നെയാണ് എല്ലാവരും വീട്ടിലെ. അപ്പം ശരി. വെറും 20-25 മിനിറ്റോട് കാര്യം കഴിഞ്ഞ് പോയി. അവർ അന്തരീക്ഷം തണുത്തു. ഞാനവിടെ പണീനെ വരെ എന്തിട്ട് ഒടുക്കത്തെ വെയിലായിരുന്നു. നമ്മുടെ ആ വ്യൂ ഭയങ്കര വലിപ്പമായിട്ട് നോക്കിയേ. അവിടെ വണ്ടനായി, നല്ല വലിപ്പം. നമ്മളെ ചോറിന് കഴിഞ്ഞ് വന്നു. ഉള്ളി നമ്മൾ തടം കോരി എടുത്തിട്ടുണ്ട്, വെറുതെ കൊത്തി കളച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ ഒരു 3-4 ഉള്ളി നമ്മൾ ഗ്രോ ബാഗിൽ നട്ടത് കേട്ടോ. ഇതിൽ നട്ടത് ഇത് ഞാൻ മാറ്റി വെച്ച് കണ്ട. ഭയങ്കര ഗടാഗടിയൻ തടികളാണ്. തടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടകളാണ് കേട്ടോ. തടികൾ എന്നല്ല പറയുന്നത്, കടകൾ. ഇനിയിപ്പോൾ അതിൽ നടണില്ല, നമ്മൾ തടം കോരിയിട്ടാണ് നടുന്നത്. സാധാരണ ഉള്ളി തന്നെ നമ്മൾ നല്ല വലിപ്പമുള്ള ഉള്ളികൾ കുറച്ചെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനാദ്യം ഈ തല്ലിപ്പൊടി ഉള്ളികൾ ഉപയോഗിച്ച് തുടങ്ങുന്നത്. പിന്നീട് ചേരാനാണ് പറഞ്ഞത് ഏറ്റവും നല്ല വലിപ്പമുള്ള ഉള്ളിയാണ് ഉള്ളി കൃഷി ചെയ്യാൻ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. അപ്പോഴാണ് നല്ല കടയ്ക്കാനായിട്ടുണ്ടാവുക എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇതിപ്പോൾ ഇത്രയ്ക്കേണ്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നേരം ഉള്ളി വെള്ളത്തിൽ നിന്നിട്ട് വയ്ക്കുക, കിടങ്ങിട്ട് വയ്ക്കുക. കാബേജും കോളിഫ്ലവറിനെ നന്നായി നനച്ച് ഉള്ളി നടാൻ പോവുക. ഇതിന് മെയിനായിട്ട് ഇപ്പോൾ ചാണം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ കണ്ട ഇത് 2 തൈ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ നടണം. അവിടെ പോയിട്ടുണ്ട്. അതിലത്തൊന്നും പോയിട്ടില്ല. നമ്മുടെ വഴുതനങ്ങയാണ് കേട്ടോ. വഴുതനയ്ക്ക് നനന്ന് ആയിക്കോട്ടെ. എല്ലാത്തിനും നനയ്ക്കുന്ന ടൈമായി. എന്തൊരു പെട്ടെന്ന് ഉറക്കുന്നു സ്ഥലം. വെയിലിൻ്റെ കാഠിന്യം. നീൻ്റെ ഇടയിലൊക്കെ ഷാവറിട്ട് കൊടുക്കണം. കണ്ട പാറ പോലെ വരുന്ന സ്ഥലം. അത് നനച്ചു. നനയിട്ടത് വെണ്ടയ്ക്കും എല്ലാത്തിനും നടട്ടെ. നടട്ടെ എന്നല്ല, നനയട്ടെ. വെറുതെ നിന്ന് ഒരു നനവുണ്ടാവണം നല്ലതാണേ, ചെറുതായിട്ട്. ഇപ്പോൾ വല്ലാണ്ട് ഇപ്പോൾ നനവുണ്ടാവണം എന്നല്ല പറയണത്. ഇതന്നെ നമ്മൾ ഉള്ളിക്കായിട്ട് സെറ്റാക്കി വെച്ചിട്ടുള്ള തടം. മിനിഞ്ഞാന്ന് നമ്മൾ കൊത്തി കളച്ച് മീൻ്റെ ആക്കിയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ ഉള്ളി മണ്ണിൽ നടാം. ഇതാണ് നമ്മുടെ തടം കറക്റ്റാക്കണ പല്ലുള്ള സാധനം. ഇതേ ഇപ്പം മുഴുത്ത ഉള്ളികൾ നമ്മൾ നടലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ നട്ട കൊടുത്താൽ മതിയിട്ടാണ്. ഇതിങ്ങനെ കൈ കൊണ്ടാക്കുമ്പോഴേ മണ്ണിൻ്റെ ഇടയിലേക്ക് നഖം പോവുക. അല്ല, മണ്ണിൻ്റെ ഇടയിലേക്കല്ല, കൈയിൻ്റെ ഇടയിലേക്ക് നഖം പോവുക. കൈയിൻ്റെ ഇടയിലേക്ക് എന്തുട്ടൊക്കെ പറഞ്ഞു, കൈയിൻ്റെ ഇടയിലേക്ക് നഖം പോവുക. നഖത്തിൻ്റെ ഇടയിലേക്ക് മണ്ണ് പോവുക. അതന്നെ ഉള്ളിനെ
ഇതിൻ്റെ മോൾ വശത്തായിട്ട് ഇങ്ങോട്ട് നടാം. ഇപ്പോൾ മനസ്സിലായി നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ മുണ്ടെടുക്കുമ്പോൾ എത്ര വലിയ ബുദ്ധിമുട്ടാണ്. ആദ്യം കുറച്ച് കുഴികളോട് കുത്തിയിട്ട് പിന്നെ താങ്ങിയ ആക്കിയാൽ പോരെ. നമ്മളിത് ഇവിടെ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. അവിടെ തന്നെ വെള്ളം വിട്ടാ ഇനി വെള്ളം നിറഞ്ഞൊക്കെ നന്നായി. ഇത് പച്ചമുളക് തൈകളൊക്കെ നന്നായില്ല കേട്ടോ. ഇത് ചീര വിത്ത് ഭാവിയൊക്കെ ഈ തടം. ഇവിടെ പുതിന. അങ്ങനെട്ടെ ഇവിടെ സരിതാട്ട വെണ്ടകളൊക്കെ മുളച്ചിട്ടുണ്ട് കേട്ടോ. നോക്കിയേ കണ്ടേ മുളച്ചത്. പിന്നെ അവിടെയൊക്കെ മുളച്ച് പൊന്തിങ്ങനെ വരുന്നു. ഈ കൊത്തമരയുടെ അല്ലേ കേട്ടോ. കൊത്തമരയുടെ മുളച്ച് പൊന്തി കഴിഞ്ഞ് രക്ഷപ്പെട്ടു. ഇപ്പോൾ മുളയ്ക്കുന്നത് വരെ നമ്മൾ നോക്കണ്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ചാണപ്പൊടിയും ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയിട്ടുണ്ടാവും. ഞാൻ ചോറിനിട്ട് അവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. അവിടെ കിടന്നുറങ്ങി. ഇന്നാണെങ്കിൽ പുലർച്ചെ 4 മണിക്ക് എണീറ്റു. അതിനുണ്ട് ഭയങ്കര ഒരു ഉറക്കക്ഷീണം. അപ്പം അത് മാറി. ഇപ്പോൾ അത് തന്നെ ഒരു ചായ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉഷാറാവും. ഇനിയിപ്പോൾ എത്രയ്ക്ക് വിളി ബാക്കിൻ്റെ കേട്ടാ. അത് ഈ സൈഡിൽ നടാം. ഈ അറ്റത്ത് വരിയിട്ട് മറ്റേ നല്ല നടാം. ഉള്ളി നടലൊക്കെ കഴിഞ്ഞു. തക്കാളി തൈകൾ ഉഷാറായി തുടങ്ങിയിട്ടുണ്ട്. ഇതിവിടുത്തെ കാബേജും കോൾഫ്ലവറാണ് ഇവിടെ. ആരോഗ്യമില്ല ഇത്തവണത്തെ തൈകൾക്ക്. എന്തിനാവോ നമ്മൾ നന്നായി നോക്കിയിട്ട് വേണം ഇവരെയൊക്കെ ഒന്ന് ഉഷാറാക്കണമെങ്കിൽ. നമ്മൾ ഉള്ളിക്ക് നയിക്കുന്നു കേട്ടോ. നമ്മുടെ തടത്തിന് ഉള്ളിക്ക് ഇപ്പോൾ നമ്മൾ വളം ഒന്നും ഇട്ടിട്ടില്ല. നമുക്ക് ചാണപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ കൂമ്പെടുത്തിട്ട് മതി, കുഴപ്പമില്ല. ഇനി നോക്കി നമ്മുടെ ഇത് കണ്ട അസോളയിൽ ഇതിവിടെ പൂപ്പൽ വരുന്നുണ്ട. അപ്പോൾ അതിൽ ചാണത്തിൻ്റെ ഇത് കൂടിയിട്ടെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളിത് ഇച്ചിരി വെള്ളം ഇടയ്ക്ക് നിന്ന് അടിച്ചു കൊടുക്കുക. ഇന്ന് കാലത്താണ് ഞാൻ കോരിയത് കോഴികൾക്ക് കൊടുക്കാനായിട്ട്. ചാണം കൂടുമ്പോഴാണ് ഈ പൂപ്പൽ വരുന്നത്. ചാണം കൂടുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇനി കുറച്ച് ദിവസം ഈ ചാണം ഇട്ട് കൊടുക്കണില്ല. ഇപ്പോൾ കൂടുതലുണ്ട്. ഉഷാറാവട്ടെ. നമ്മുടെ കറ്റാർ വാഴയ്ക്ക് വെള്ളം വിട്ടില്ല. പറിച്ചേട്ട കറ്റാർ വാഴയ്ക്ക് അത് വാടിയിട്ടൊന്നുമില്ല കേട്ടോ. കറ്റാർ വാഴ വാടിയിട്ടൊന്നുമില്ല. തുളസി പിന്നെ ഒരു പപ്പിയുണ്ട്. ഇനി നമ്മുടെ സുന്ദരി ചീരയ്ക്ക് സുന്ദരികളുണ്ട വയസ്സാൻ വേണ്ട ഭംഗി പോകണുണ്ട. ഭംഗി പോയി അവളുടെ. ഞാൻ അതിൽ നിന്ന് വിത്തുണ്ടായി തൈകൾ മുളച്ച് അവരടുത്ത തലമുറേനെ ഉൽപ്പാദിപ്പിക്കും. നമ്മുടെ ലോലകളൊക്കെ ഉഷാറായിട്ടുണ്ട് ചേട്ടാ. ലോലകളുണ്ടാ തവണെങ്കിലും ലോലകളെ നിങ്ങൾ ശരിയാക്കുക. നമ്മുടെ ശരത് സി ബാബു ഇതിൽ പ്രതീക്ഷ അർപ്പിച്ചിട്ടാണ് നിൽക്കുന്നത്. ഈ ലോലുണ്ടാവണം. ഞാൻ സമയം ഇരുട്ടായി തുടങ്ങി. സാരിതോട് ചായ ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാപ്പി എല്ലാവരും നന്നായി വരൂ. ഇവിടെ കയ്പക്കായ അടം കൂമ്പെടുത്ത് ഉഷാറായി. പിന്നെ നമ്മുടെ ഇത് കണ്ട കോവക്കായ ഇതേ കൂമ്പെടുത്തു. പന്തലൊക്കെ നേരത്തെ വെച്ച് കൊടുത്തു. പിന്നെ സരിത ചായ കൊണ്ടിട്ടുണ്ട്. ചായ കാപ്പിയോ? അപ്പോൾ സരിത ഉറക്കപ്പിച്ചയിലാണോ നമ്മളിത് കിടന്നുറങ്ങിയില്ല. അയ്യേ നീ വരാണ്ട് എന്തെല്ലാം വെട്ടിത്തങ്ങടെ പറഞ്ഞ അതൊക്കെ ഒന്നുകൂടി പറയൂ. കാപ്പി ഞാൻ കാണിച്ചാണ്. ചേട്ടൻ്റെ ആണ് ഈ കടുപ്പം കൂടിയത്. മനോഹരമായ കാപ്പി അവനോടത്തോ. അപ്പം അങ്ങനെ നമ്മുടെ ഒരു പോസ്റ്റുമെന്ന് 2 സ്ഥലത്തേക്കായിട്ട് ലൈറ്റ് വെച്ചു. ഇവിടെയൊക്കെ അടിപൊളിയായിട്ട് നല്ല വെളിച്ചമായിട്ടാ. അത് കണ്ട അവിടം വരയ്ക്കും നല്ല വെളിച്ചമായി. കുടിലിൻ്റെ അപ്പുറത്തെ സൈഡിലേക്കാണ് അങ്ങടെ എത്താത്തോളൂ. പിന്നെ ഇവിടെ ഈ കുരുമുളകിൻ്റെ ഇതൊക്കെ നിൽക്കണാറുണ്ട്. ഈ ഭാഗത്ത് ഒരു ഇരുട്ടുണ്ട്. അതിൻ്റെ നേടല അവിടെ ഇരുട്ട്. പിന്നെ അവരുടെ പറമ്പിലും നല്ല വെളിച്ചമുണ്ട്.
അപ്പോൾ കുഴപ്പമില്ല. ഇപ്പം അവിടെ നമ്മുടെ മതിലിനോട് ചേർന്നിട്ടുള്ള സ്ഥലമല്ലേ, ഇപ്പം ഇത്തിരി വെളിച്ചുണ്ടായാലും കുഴപ്പമില്ല. അതുകൊണ്ട് ഇനി ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ പറയാം. ഇതിനിപ്പോൾ 18,500 ഒരു ലൈറ്റ് വെക്കണതിൻ്റെ വില. നമുക്ക് ഒരു ലൈറ്റ് അങ്ങോട്ട് വെച്ചിരുന്ന സമയത്ത് 2.2 പൈപ്പായിരുന്നു, വണ്ണം കുറഞ്ഞിട്ടുള്ള GI പൈപ്പുമ്മലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം 2 വെക്കുമ്പോൾ അതിന് 2 താങ്ങാൻ വേണ്ടി അവർ 3.3 വെക്കണത്. അപ്പോൾ ഒരു ലൈറ്റ് വെക്കുമ്പോൾ 18,500 വരണേ. അപ്പോൾ 2 ഇപ്പം ഇതുപോലെ നിങ്ങൾക്കിപ്പോൾ 2 സ്ഥലത്തേക്കായിട്ട് ഇതുപോലെ വെക്കണമെന്നുണ്ടെങ്കിൽ 35 വരണേ കേട്ടോ റേറ്റ്, ടാക്സ് അടക്കം. അപ്പം മുന്നേ പറഞ്ഞ പോലെ തന്നെ 3 വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഉണ്ട്. പിന്നെ ആ സോളാർ പാനലിന് 25 വർഷം എന്തായാലും നിൽക്കുന്നു പാനൽ. അതുപോലെ ഇതിൻ്റെ ബാറ്ററി ലിഥിയം ബാറ്ററിയാണ്, അത് 10 വർഷത്തിന് മേലെ എന്തായാലും നിൽക്കും. അപ്പോൾ അതുകൊണ്ടാണ് അവർ ധൈര്യമായിട്ട് ഈ 3 വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി തരുന്നത്. പിന്നെ അവരുടെ ഒരു ദുന്തുരാഞ്ചിരണിയില്ലേ, അവർക്ക് വേറെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇല്ല. ഇവരുടെ തന്നെ പ്രോഡക്റ്റ് ഇവർ തന്നെ വന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുകയാണ് ആർക്കൊക്കെ വേണ്ടതെന്ന് വെച്ചെങ്കിലും അവർ ചെയ്യണത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൊടുത്താൽ അവരത് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കൊണ്ട് കുഴപ്പങ്ങൾ വരാം. അപ്പോൾ ഇവർക്കത് കൃത്യമായിട്ട് അത് അറിയാമെന്ന കാരണം ഇവരത് ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ നമ്മൾക്കിപ്പോൾ ഇത്ര നാൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾക്ക് കുഴപ്പമില്ല. നമുക്കിപ്പോൾ പറയാൻ മാത്രം ഒരു കാലയളവായിട്ടില്ലെങ്കിൽ പോലും, പക്ഷെ നമ്മൾ നല്ല മഴക്കാലത്ത് അന്ന് വെച്ചേ, ആ മഴക്കാലത്ത് പോലും ആ 3 മാസം ഒരു കുഴപ്പമില്ലാണ്ട് കത്തി ഓടുന്നു. അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വീട്ടിലും ഇങ്ങനെ പറമ്പൊക്കെ ഉണ്ടെങ്കിൽ, മുറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇത് ആവശ്യമാണ് ശരിക്കും ഇങ്ങനത്തെ ഒരു സോളാറിൻ്റെ ലൈറ്റ്. കാരണം വൈകുന്നേരം ആകുമ്പോൾ കത്തിക്കോളും, നേരം വെളുക്കുമ്പോൾ കെട്ടോളും. മെയിനായിട്ടും പ്രായമായവർ മാത്രമുള്ള വീടുകൾ, അല്ലെങ്കിൽ വീട് അടച്ച് കിടക്കുന്ന വീടുകൾ, അങ്ങനെയുള്ളവിടത്തൊക്കെ ശരിക്കും ഇത് ആവശ്യമാണ്. നമുക്കിപ്പോൾ ആ റോട്ടിൽ മൊത്തം ലൈറ്റ് വെച്ചിട്ടും ഇതിൻ്റെ ചുറ്റും ഈ കേബിൾ വലിച്ചിട്ട് ഇവിടെയൊക്കെ ലൈറ്റ് വെച്ചിട്ടും 1.5 ലക്ഷം രൂപയാണ് നമുക്ക്. 1.25 ലക്ഷം രൂപയോളാണ് അന്ന് വന്നു. 3-4 കൊല്ലം മുന്നല്ലേ നമ്മൾ ലൈറ്റുകൾ പിടിപ്പിച്ചത്. പക്ഷെ അതൊരു കുറച്ച് നാളെങ്കിലും ഒന്ന് അടുപ്പിച്ചൊന്ന് മുഴുവൻ കത്തി നിൽക്കണത് കാണാൻ നമുക്ക് പറ്റിയിട്ടില്ല. കാരണം നമ്മൾ മുന്നത്തെയൊക്കെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, അത് അപ്പോൾ എത്ര വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഈ ലൈറ്റുകൾ മഴ പെയ്ത് 2 മഴ അടുപ്പിച്ച് പെയ്ത് കഴിഞ്ഞാൽ ഓരോന്ന് കെടും. പിന്നെ നമ്മൾ ലൈറ്റ് ഇടുമ്പോൾ ട്രിപ്പ് ആവും. ഇപ്പോൾ ഈ ചുറ്റുവട്ടം ഈ ബാക്ക് ഭാഗത്തെ ലൈറ്റ് ഇടാത്തതിൻ്റെ കാരണം ട്രിപ്പാവുക. അതിപ്പോൾ മഴയില്ല എന്നാൽ പോലും ട്രിപ്പാവുക. എത്ര പ്രാവശ്യം നിറയോ നന്നാക്കണു. അപ്പോൾ നമുക്ക് തോന്നാം ഇത്രയ്ക്ക് പൈസ ചിലവഴിച്ചിട്ട് ഇങ്ങനെ ഒരു ലൈറ്റ് വെക്കണ, നമുക്ക് കറണ്ട് വലിച്ചിട്ട് നിസ്സാരം ലൈറ്റ് വെച്ചാൽ പോരെന്ന് തോന്നുന്നുണ്ടാവും ചിലർക്കൊക്കെ. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കേബിൾ വലിക്കണം, ലൈറ്റ് വയ്ക്കണം. ഇപ്പോൾ കള്ളന്മാർക്കായാലും അങ്ങനത്തെ ലൈറ്റ് ആകുമ്പോൾ സുഖമായിട്ടൊരു കല്ലെടുത്ത് എറിഞ്ഞ് പൊട്ടിക്കാം. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെ കല്ലെടുത്ത് എറിഞ്ഞാലൊന്നും പൊട്ടണ ലൈറ്റ് അല്ല, അതിൻ്റേതായ ഉറപ്പ് ഇതിനുണ്ട്. പിന്നെ ഒരു മഴക്കാലം ആകുമ്പോഴത്തേക്കും തന്നെ അത് കംപ്ലൈൻ്റ് ആവും ചെയ്യും. അത് വെച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഗാർഡനിലൊക്കെ നല്ല ഭംഗിയിൽ നമ്മൾ എല്ലായിടത്തും ലൈറ്റ് കൊടുത്തിട്ടുള്ളവരെ കാണാം. കുറച്ച് നാൾ കഴിയുമ്പോൾ അവിടെ ഇവിടെയൊക്കെ കിടാൻ തുടങ്ങും. അപ്പോൾ സോളാറിൻ്റെ ആണെങ്കിൽ പിന്നെ അത് തിരിഞ്ഞ് നോക്കണ്ട. അപ്പോൾ ആൾക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ നസീർക്ക, ഇതിൻ്റെ ആൾക്ക് അന്ന് നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ ഭയങ്കര ഗുണമായി, ഇഷ്ടംപോലെ ഓർഡറുകളും ഒക്കെ കിട്ടിയ ആൾക്ക്. അപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി. ആൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ കുശലാന്വേഷണമൊക്കെ പറയാൻ വേണ്ടി വിളിക്കാറുണ്ട്. നമ്മളെ ആളുടെ വീട്ടിലേക്ക് കോഴിക്കോട്ടേക്ക് ക്ഷണിച്ചിട്ടുണ്ട് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ ആൾക്കിത് ഭയങ്കര സന്തോഷം. നമുക്ക് ആളുടെ ഭയങ്കര മനസ്സ് നിറഞ്ഞ് സന്തോഷം കൊണ്ട് വെച്ച് തരുന്നതാണ് ഇതെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചേ, എൻ്റെ വിചാരം, ഞങ്ങളുടെ വിചാരം അതുമ്പോൾ തന്നെ ഒരു ഇത് വെക്കല്ലേ വേണ്ട, അപ്പോൾ ആൾക്ക് വലിയ ചിലവ് വരില്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെ ഈ പൈപ്പൊക്കെ മാറ്റിയപ്പോഴല്ലേ അപ്പോൾ ആൾക്ക് ബുദ്ധിമുട്ടായാവോ എന്ന് വിചാരിച്ചു നമ്മൾ. അപ്പോഴാണ് ആൾ പറഞ്ഞത് മനസ്സ് നിറഞ്ഞിട്ടാണ് വെച്ച് തരുന്ന, ആൾക്ക് ഭയങ്കര സന്തോഷം കൊണ്ട് വെച്ച് തരാണ് അങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ചുറ്റും CCTV ഒക്കെ വെക്കുന്നവർക്കായാലും ലൈറ്റും കൂടി ആവശ്യം. CCTV ഉണ്ടെങ്കിൽ മറ്റേ ഇരുട്ടത്ത് കാണും, എന്നാൽ പോലും വെളിച്ചുണ്ടെങ്കിൽ ഇത്തിരി കൂടി നല്ലതല്ലേ. അപ്പോൾ ഇത് സംഭവം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനത്തെ സോളാർ ലൈറ്റ് വീടിൻ്റെ ചുറ്റുമൊക്കെ വെക്കണം എന്നുള്ളവർ നമ്മളിവിടെ എഴുതി കാണിക്കണ ഈ നമ്പറിൽ വിളിച്ചോട്ടാ.